അധ്യായം 92. അല്ലയിൽ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 21. നാമം. ആദ്യ പദമായ വല്ലയിൽ ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവതരണകാലം. ഈ സൂറയുടെ ഉള്ളടക്കത്തിന് സൂറ അശംസുമായി രണ്ട് സൂറകളും പരസ്പരം വ്യാഖ്യാനിക്കുകയാണെന്ന് തോന്നുമാറുള്ള സാമ്യമുണ്ട്. സൂറ അശംസിൽ ഒരു രീതിയിൽ ഉണർത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഈ സൂറയിൽ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കി തരുന്നത്. ഈ രണ്ട് സൂറകളും ഒരേ കാലത്ത് അടുത്തടുത്തായി അവതരിച്ചതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഉള്ളടക്കം. ജീവിതത്തിന്റെ രണ്ടു സരണികൾ തമ്മിലുള്ള വ്യത്യാസവും രണ്ടിന്റെയും അനന്തരഫലങ്ങളിലും പരിണതികളിലുമുള്ള അന്തരവുമാണ് ഈ സൂറയുടെ പ്രമേയം. ഉള്ളടക്കം പരിഗണിക്കുമ്പോൾ സൂറയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. തുടക്കം മുതൽ 11-ാം സൂക്തം വരെ ഒന്നാം ഭാഗം, 12 മുതൽ ഒടുക്കം വരെ രണ്ടാം ഭാഗവും. ഒന്നാം ഭാഗത്തിൽ പറയുന്നത് ഇതാണ്: മനുഷ്യരാശിയിലെ വ്യക്തികളും സമുദായങ്ങളും ഗ്രൂപ്പുകളും ഈ ലോകത്ത് നടത്തുന്ന ഏത് പ്രയത്നവും കർമ്മവും അവയുടെ ധാർമ്മിക സ്വഭാവം പരിഗണിക്കുമ്പോൾ രാവും പകലും പോലെ വ്യത്യസ്തങ്ങളാകുന്നു. അനന്തരം 3 ധാർമ്മിക ഗുണങ്ങളെ ഒരു സ്വഭാവത്തിന്റെയും 3 ധാർമ്മിക ഗുണങ്ങളെ മറ്റൊരു സ്വഭാവത്തിന്റെയും മാതൃകകളായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് വായിക്കുന്ന ആർക്കും ഒരിനം സവിശേഷതകൾ ഏതുതരം ജീവിത രീതിയെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും മറ്റേ ഇനം സവിശേഷതകൾ അതിന് വിപരീതമായ ഏത് ജീവിത രീതിയുടെ ലക്ഷണങ്ങളാണെന്നും അനായാസം മനസ്സിലാകും. പ്രഥമഗണത്തിൽപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: മനുഷ്യൻ ദാനശീലനാവുക, ദൈവഭയവും സൂക്ഷ്മതയും കൈക്കൊള്ളുക, നല്ലതിനെ നല്ലതെന്ന് അംഗീകരിക്കുക. രണ്ടാമത്തെ ഇനം സവിശേഷതകൾ ഇവയാണ്: അവൻ ലുബ്ധനാവുക, ദൈവത്തിന്റെ പ്രീതിയെയും അപ്രീതിയെയും സംബന്ധിച്ച് ചിന്തയില്ലാത്തവനാവുക, സതുപദേശങ്ങളെ തള്ളിക്കളയുക. ഈ രണ്ടുതരം കർമ്മരീതികൾ പരസ്പര വിരുദ്ധവും ഫലഭാഗം കൊണ്ട് ഒരിക്കലും തുല്യമാകാത്തതുമാണെന്നാണ് തുടർന്ന് പറയുന്നത്. ഒന്നാമത്തെ കർമ്മരീതി സ്വീകരിക്കുന്നവർക്ക് അല്ലാഹു ശുദ്ധവും ഋജുവുമായ ജീവിത സരണി അനായാസകരമാക്കി കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് സൽക്കർമ്മം എളുപ്പവും ദുഷ്കർമ്മം പ്രയാസകരവുമായി തീരുന്നു. രണ്ടാമത്തെ കർമ്മരീതി കൈക്കൊള്ളുന്ന ആർക്കും അല്ലാഹു ജീവിതത്തിന്റെ വികടവും ദുഷ്ടവുമായ സരണി അനായാസകരമാക്കി കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് തിന്മ എളുപ്പവും നന്മ ക്ലേശകരവുമായി തീരുന്നു. അസ്ത്രം പോലെ മനസ്സിൽ തറച്ചു കയറുന്ന സ്വാധീന ശക്തിയുള്ള ഒരു വാക്യത്തോടെയാണ് ഈ വിവരണം അവസാനിക്കുന്നത്. ഏതൊരു ധനത്തിന്റെ പിന്നാലെയാണോ മനുഷ്യൻ ജീവൻ കളഞ്ഞു പാഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ ധനം അവനോടൊപ്പം ഖബറിലേക്ക് പോകുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്തു പ്രയോജനമാണ് അവനുള്ളത്? രണ്ടാം ഭാഗത്തിലും ഇതേ പ്രകാരം 3 യാഥാർത്ഥ്യങ്ങൾ സംഗ്രഹിച്ചിരിക്കുകയാണ്. ഒന്ന്, അല്ലാഹു മനുഷ്യനെ ബുദ്ധിശൂന്യനായി ഈ പരീക്ഷാലയത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയല്ല. വിവിധ ജീവിത സരണികളിലേതാണ് ശരിയായ സരണിയെന്ന് അവന് പറഞ്ഞുകൊടുക്കുക അല്ലാഹു സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിട്ടുണ്ട്. ദേവദൂതനെ നിയോഗിച്ചും വേദം അവതരിപ്പിച്ചും അവൻ ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടെന്ന് മനുഷ്യനോട് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ ദേവദൂതനും ഖുർആനും സന്മാർഗദർശകമായി അവന്റെ മുമ്പിൽ തന്നെയുണ്ട്. രണ്ടാമത്തെ യാഥാർത്ഥ്യം അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു തന്നെയാകുന്നു. ഇഹലോകമാണ് ആവശ്യമെങ്കിൽ അതും അവനിൽ നിന്നേ കിട്ടൂ. പരലോകമാണ് തേടുന്നതെങ്കിൽ അത് നൽകുന്നതും അല്ലാഹു തന്നെയാണ്. അവനോട് എന്താണ് ആവശ്യപ്പെടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മൂന്നാമത്തെ യാഥാർത്ഥ്യം ഇപ്രകാരം വ്യക്തമാക്കിയിരിക്കുന്നു: ദേവദൂതനും വേദവും മുഖേന അല്ലാഹു അവതരിപ്പിച്ച നന്മകളെ തള്ളിപ്പറയുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നവർക്കായി ആളിക്കത്തുന്ന നരകം തയ്യാറായിരിക്കുന്നു. തന്റെ നാഥന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി സൽക്കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുന്ന ദൈവഭക്തരിൽ റബ്ബ് സംപ്രീതനാകുന്നതാണ്. അവർക്ക് അവർ സന്തുഷ്ടരാകും വണ്ണമുള്ള കർമ്മഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വല്ലൈലി ഇദാ യഗ്ശാ. ഇരുൾ മൂടുന്ന രാവാണ് സത്യം. വന്നഹാരി ഇദാ തജല്ലാ. തെളിഞ്ഞു വരുന്ന പകലാണ് സത്യം. വമാ ഖലഖൽ ദകറ വൽ ഉൻസാ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനാണ് സത്യം. ഇന്ന സഅയകും ലശത്താ. തീർച്ചയായും നിങ്ങളുടെ പ്രയത്നങ്ങൾ ബഹുവിധമാകുന്നു. ഈ സംഗതിയാണ്
രാപ്പകലിനെയും സ്ത്രീ പുരുഷ ജന്മത്തെയും പിടിച്ചാണയിട്ട് പറയുന്നത്. അതായത് രാവും പകലും പരസ്പര ഭിന്നമായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാർഗങ്ങളും ലക്ഷ്യങ്ങളും അവയുടെ സ്വഭാവത്തിലും അനന്തരഫലങ്ങളിലും പരസ്പര വിരുദ്ധമാകുന്നു. فأما من أعطى واتقى എന്നാൽ ദൈവമാർഗത്തിൽ ധനം നൽകുകയും ദൈവധിക്കാരത്തെ സൂക്ഷിക്കുകയും ചെയ്തവൻ, وصدق بالحسنى നന്മയെ സത്യമായി അംഗീകരിക്കുകയും ചെയ്തവനും. ഇത് മനുഷ്യപ്രയത്നത്തിന്റെ ഒരിനമാണ്. ഇത് 3 കാര്യം ഉൾക്കൊള്ളുന്നു. ആഴത്തിൽ ആലോചിച്ചു നോക്കിയാൽ അവ എല്ലാ നന്മകളുടെയും ആകത്തുകയാണെന്ന് കാണാം. 1. മനുഷ്യൻ ധനപൂജയിൽ അകപ്പെടാതെ അള്ളാഹു തനിക്കേകിയിട്ടുള്ള സമ്പത്ത് സൽക്കാര്യങ്ങളിലും സമസൃഷ്ടികളെ സഹായിക്കുന്നതിലും വിനിയോഗിക്കുക. 2. ദൈവത്തെ ഭയപ്പെടുക. സ്വഭാവത്തിലും കർമ്മത്തിലും പെരുമാറ്റത്തിലും ഉപജീവനത്തിലും എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് അതൃപ്തികരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. 3. നന്മയെ സത്യപ്പെടുത്തുക. നന്മ എന്നത് വിശാലമായ അർത്ഥമുള്ള പദമാണ്. വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലുമുള്ള നന്മകൾ അതിലുൾപ്പെടുന്നു. ബഹുദൈവത്വവും നാസ്തികത്വവും സത്യനിഷേധവും വർജിച്ച് ഏകദൈവത്വവും പരലോകവും പ്രവാചകത്വവും സത്യമാണെന്ന് അംഗീകരിക്കുകയാണ് വിശ്വാസത്തിൽ നന്മയെ സത്യപ്പെടുത്തൽ. കർമ്മങ്ങളിൽ നന്മയെ സത്യപ്പെടുത്തുകയെന്നാൽ ദൈവത്തിങ്കൽ നിന്ന് അരുളപ്പെട്ട ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും വ്യവസ്ഥയ്ക്ക് വിധേയനായിരിക്കുക എന്നതാണ്. നന്മകളെ അതിന്റെ എല്ലാ രൂപങ്ങളോടും ഭാവങ്ങളോടും കൂടി ഉൾക്കൊള്ളുന്ന ഒരു സംഹിതയാണത്. അതിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പേരാണ് ദൈവിക ശരീഅത്ത്. فسنيسره لليسرى അവന് നാം സുഗമമായതിലേക്ക് വഴിയൊരുക്കിക്കൊടുക്കുന്നു. ഇതാണ് ഈ ഇനം പ്രയത്നത്തിന്റെ ഫലം. സുഗമമായതിലേക്കുള്ള വഴി കൊണ്ടുദ്ദേശ്യം മനുഷ്യപ്രകൃതി താൽപര്യപ്പെടുന്ന സരണിയാണ്. മനുഷ്യനെയും അഖില പ്രപഞ്ചത്തെയും നിർമ്മിച്ച സ്രഷ്ടാവിന്റെ പ്രീതിക്കിണങ്ങിയ വഴി. അവിടെ മനുഷ്യന് സ്വന്തം മനസാക്ഷിയോട് യുദ്ധം ചെയ്യേണ്ടി വരില്ല. ആ സരണിയിൽ മനുഷ്യൻ അവന്റെ ശരീരം, ജീവൻ, ബുദ്ധി, ചിന്ത തുടങ്ങിയ ശക്തികളെ ബലാത്കാരം ഉപയോഗിക്കുകയില്ല. മറിച്ച് അവ നൽകപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. പാപപങ്കിലമായ ജീവിതത്തിന് നാനാഭാഗത്തു നിന്നും നേരിടേണ്ടി വരുന്ന സംഘർഷങ്ങളും മത്സരങ്ങളും സമരങ്ങളും അവിടെ അവന് നേരിടേണ്ടി വരികയില്ല. മനുഷ്യ സമൂഹത്തിൽ ഓരോ ചുവടുവയ്പിലും സന്ധിയിലും സമാധാനവും അന്തസ്സും ലഭിച്ചുകൊണ്ടിരിക്കും. സ്വന്തം ധനം സമസൃഷ്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവൻ, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്നവൻ, ജീവിതം പാപങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും ആഭാസങ്ങളിൽ നിന്നും മുക്തമായവൻ, ഇടപാടുകളിൽ സൂക്ഷ്മതയും സത്യസന്ധതയും പുലർത്തുന്നവൻ, ആരോടും വഞ്ചനയും കാപട്യവും കരാർ ലംഘനവും കാണിക്കാത്തവൻ. അങ്ങനെയുള്ളവൻ വഞ്ചിക്കുമെന്നോ ആക്രമിക്കുമെന്നോ ദ്രോഹിക്കുമെന്നോ ആരും ഭയപ്പെടുകയില്ല. എല്ലാവരെയും നല്ല സ്വഭാവത്തോടെ അഭിമുഖീകരിക്കുകയും ആർക്കും തന്റെ സ്വഭാവചര്യയിൽ വിരൽ വെക്കാൻ പോലും അവസരം നൽകാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എത്ര ജീർണിച്ച സമൂഹത്തിൽ വസിച്ചാലും അയാൾക്ക് സവിശേഷമായ ഒരു മൂല്യവും മഹത്വവും ഉണ്ടാവും. ജനമനസ്സുകൾ അയാളിലേക്ക് ആകൃഷ്ടമാകും. ജനദൃഷ്ടിയിൽ അയാളുടെ അന്തസ്സ് നിലനിൽക്കും. അവന്റെ മനസ്സും മനസാക്ഷിയും ശാന്തമായിരിക്കും. സമൂഹത്തിൽ ഒരു ദുർവൃത്തന് ഒരിക്കലും ലഭിക്കാത്ത ആദരവ് അയാൾക്ക് ലഭിക്കും. ഈ സരണി തന്നെയാണ് ഈ ലോകം മുതൽ പരലോകം വരെ മനുഷ്യന് സമ്പൂർണ്ണ സന്തോഷവും വിശ്രാന്തിയും അരുളുന്നത്. അതിന്റെ അനന്തരഫലം താൽക്കാലികമോ നശ്വരമോ അല്ല, അനശ്വരവും ശാശ്വതവുമാകുന്നു. ഇതിനെക്കുറിച്ചാണ് അള്ളാഹു നാം അവന് ഈ വഴിയിൽ ചരിക്കുന്നത് എളുപ്പമാക്കി കൊടുക്കും എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: അവൻ നന്മയെ സത്യപ്പെടുത്തുന്നതാണ് തനിക്ക് നല്ലതെന്നും തിന്മയുടെ മാർഗം തനിക്ക് ദോഷകരമാണെന്നും തീരുമാനിക്കുന്നു. ദൈവഭക്തിയുടെ ജീവിതം തെരഞ്ഞെടുക്കുന്നു. താൻ അവയെ സത്യപ്പെടുത്തുന്നത് സത്യസന്ധമായി തന്നെയാണെന്ന് ഉറപ്പാക്കുന്നു. അപ്പോൾ ആ മാർഗത്തിലൂടെയുള്ള പ്രയാണം അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും. പിന്നെ അവന് പാപകർമ്മം പ്രയാസകരവും സൽക്കർമ്മം എളുപ്പവുമായി തീരുന്നു. നിഷിദ്ധധനം മുന്നിലെത്തിയാൽ അത് ലാഭകരമായ കച്ചവടമാണെന്ന് അവൻ കരുതുകയില്ല. മറിച്ച് കൈകൊണ്ട് തൊട്ടുകൂടാത്ത തീക്കട്ടയാണതെന്നായിരിക്കും അവന് തോന്നുക. ദുർവൃത്തികൾക്കുള്ള അവസരം കിട്ടിയാൽ അതിനെ സുഖിക്കാനും രസിക്കാനുമുള്ള അവസരമായി കണ്ട് അതിലേക്ക് കുതിക്കുകയില്ല. നരക കവാടമായി കരുതി അതിൽ നിന്ന് ഓടിയകലുകയായിരിക്കും ചെയ്യുക. നമസ്കാരം അവന് ഭാരമാകുന്നില്ല. മറിച്ച് സമയമായാൽ പിന്നെ അത് നിർവഹിക്കുന്നതുവരെ അവൻ അസ്വസ്ഥനായിരിക്കും.
സക്കാത്ത് കൊടുക്കുമ്പോൾ അവനൊരു ദുഃഖവും ഉണ്ടാകുന്നില്ല. സക്കാത്ത് കൊടുത്തു വീട്ടുന്നതുവരെ സ്വന്തം ധനം അശുദ്ധമാണെന്നായിരിക്കും അവന് തോന്നുക. അങ്ങനെ ഓരോ ചുവടുവെപ്പിലും ആ മാർഗത്തിൽ ചരിക്കാൻ അവന് അള്ളാഹുവിങ്കൽ നിന്നുള്ള ഉദവിയും സഹായവും ലഭിക്കുന്നു. ചുറ്റുപാടുകൾ അവന് അനുയോജ്യവും സഹായകവുമായി തീരുന്നു. وَأَمَّا مَنْ بَخِلَ وَاسْتَغْنَى എന്നാൽ ആർ ലുബ്ധനാവുകയും ദൈവത്തിന്റെ ആശ്രയം വേണ്ടെന്ന് നടിക്കുകയും ചെയ്യുന്നുവോ, وَكَذَّبَ بِالْحُسْنَى നന്മയെ തള്ളിപ്പറയുകയും ചെയ്തുവോ. മനുഷ്യപ്രയത്നത്തിന്റെ രണ്ടാമത്തെ വകുപ്പാണിത്. ഈ വകുപ്പിന്റെ ഓരോ അംശവും പ്രഥമ വകുപ്പിന്റെ ഓരോ അംശത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നു. ലുബ്ധുകൊണ്ട് വിവക്ഷിക്കുന്നത് സാധാരണ ലുബ്ധനല്ല. പണം കുന്നുകൂട്ടി വെക്കുകയും അത് തനിക്കോ തന്റെ കുടുംബത്തിനോ കുട്ടികൾക്കോ വേണ്ടി ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് സാധാരണ ലുബ്ധൻ. എന്നാൽ ഇവിടെ ലുബ്ധുകൊണ്ടുദ്ദേശിച്ചത് ദൈവിക മാർഗത്തിലും സൽക്കാര്യങ്ങളിലും പുണ്യകർമ്മങ്ങളിലും ധനം വ്യയം ചെയ്യാതിരിക്കലാകുന്നു. ഈ വീക്ഷണത്തിൽ തനിക്കു വേണ്ടി, സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി, ഉല്ലാസ വിനോദങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് വാരിക്കോരി പണം ചെലവഴിക്കുകയും എന്നാൽ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഒന്നും ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവനും ലുബ്ധനാകുന്നു. പേരോ പ്രശസ്തിയോ അധികാര സ്വാധീനമോ മറ്റു നേട്ടങ്ങളോ കണ്ട് ദാനം ചെയ്യുന്നവനും അപ്രകാരം തന്നെ. ആശ്രയം വേണ്ടാത്തവനായി നടിക്കുക എന്നതിന്റെ താൽപര്യം ഇതാണ്. തന്റെ സകല പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ലക്ഷ്യം ഭൗതിക മാത്രമായിരിക്കുക. ദൈവത്തോട് ഒട്ടും ആശ്രിതത്വം പുലർത്താതിരിക്കുകയും അവന്റെ പ്രീതിയുള്ള കാര്യമേത്, അവന്റെ അപ്രീതിക്കിരയാകുന്ന കാര്യമേത് എന്നതൊന്നും തീരെ സാരമാക്കാതെ വർത്തിക്കുകയും ചെയ്യുക. നന്മയെ തള്ളിപ്പറയുക എന്നാൽ നന്മയെ അതിന്റെ മുഴുവൻ വിശദാംശങ്ങളോടും കൂടി അംഗീകരിക്കുന്നതിന്റെ വിപരീതമാകുന്നു. فَسَنُيَسِّرُهُ لِلْعُسْرَى അവന് നാം പ്രയാസത്തിലേക്ക് വഴിയൊരുക്കിക്കൊടുക്കുന്നു. ഈ സരണിയെ ദുർഘടമെന്ന് പറയാൻ കാരണമിതാണ്. അതിലൂടെ പ്രയാണം ചെയ്യുന്നവർ ഭൗതിക നേട്ടങ്ങളിലും ഐഹിക സുഖങ്ങളിലും ബാഹ്യവിജയങ്ങളിലുമുള്ള അത്യാഗ്രഹം കൊണ്ടാണ് ആ വഴിക്ക് തിരിയുന്നത്. എങ്കിലും അതിൽ സ്വന്തം പ്രകൃതിയോടും മനസാക്ഷിയോടും പ്രപഞ്ചസ്രഷ്ടാവ് നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളോടും തന്റെ ചുറ്റുമുള്ള സമൂഹത്തോടും അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മാന്യതയുടെയും വിശുദ്ധിയുടെയും ധാർമ്മിക പരിധികൾ തട്ടിത്തകർത്തുകൊണ്ട് സകല വഴിക്കും സ്വന്തം കാര്യം നേടാൻ ശ്രമിക്കുന്നു. ദേവദാസന്മാർക്ക് ഗുണം ചെയ്യുന്നതിന് പകരം ദോഷം ചെയ്യുമ്പോൾ, അന്യരുടെ അവകാശങ്ങൾ കവരുകയും അഭിമാനം പിച്ചു ചീന്തുകയും ചെയ്യുമ്പോൾ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ അവൻ നിന്ദ്യനും നികൃഷ്ടനുമാകുന്നു. താൻ ജീവിക്കുന്ന സമൂഹത്തോടും അടിക്കടി പൊരുതിക്കൊണ്ടുവേണം അവന് മുമ്പോട്ട് പോകാൻ. തളർന്നുപോയാൽ ഈ നിലപാടിന്റെ ഫലമായി അവന് പല വക ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നു. ധനാഢ്യനും ശക്തനും വലിയ സ്വാധീനവും ഉള്ളവനാണെങ്കിൽ ലോകം അവന്റെ ഊറ്റത്തിന് മുമ്പിൽ അമർന്നു നിൽക്കുമെങ്കിലും ആരുടെ ഹൃദയത്തിലും അവനോട് ഗുണകാംക്ഷയുടെയോ ആദരവിന്റെയോ സ്നേഹത്തിന്റെയോ ഒരു വികാരവും ഉണ്ടാകുന്നില്ല. അവന്റെ സഹപ്രവർത്തകർ പോലും അവനെ ഒരു മ്ലേച്ഛനായിട്ടായിരിക്കും ഗണിക്കുക. ഈ അവസ്ഥ വ്യക്തികൾക്ക് മാത്രം ബാധകമായിട്ടുള്ളതല്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളായ ജനതകളും ധാർമ്മിക പരിധികൾ മറികടന്നുകൊണ്ട് സ്വന്തം ശക്തിയുടെയും സമ്പന്നതയുടെയും ഊറ്റത്തിൽ ദുർവൃത്തികളുടെയും ധിക്കാരത്തിന്റെയും മാർഗം അവലംബിക്കുകയാണെങ്കിൽ ഒരു വശത്ത് ബാഹ്യലോകം അവരുടെ ശത്രുക്കളായിത്തീരുന്നു, മറുവശത്ത് ആ സമൂഹത്തിനുള്ളിൽ തന്നെ കുറ്റകൃത്യങ്ങളും ആത്മഹത്യകളും ലഹരിഭ്രമവും നികൃഷ്ട രോഗങ്ങളും കുടുംബശൈഥില്യവും യുവജനങ്ങളുടെ മാർഗച്യുതിയും വർഗസംഘട്ടനവും അക്രമമർദ്ദനങ്ങളും ദിനേന പെരുകിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർ സുവർണദശയുടെ ഉച്ചിയിൽ നിന്ന് നിലംപതിച്ചാൽ പിന്നെ ലോകചരിത്രത്തിൽ അവർ ശാപത്തിന്റെയും ശകാരങ്ങളുടെയും ഇരകൾ മാത്രമായി മാറുന്നു. ഇങ്ങനെയുള്ള മനുഷ്യന് നാം പ്രയാസത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് പറഞ്ഞതിനർത്ഥം ഇതാണ്: അവന് നന്മയുടെ സരണിയിൽ സഞ്ചരിക്കാനുള്ള ഉദവി നിഷേധിക്കപ്പെടും. തിന്മയുടെ കവാടങ്ങൾ അവന് വേണ്ടി മലർക്കെ തുറന്നിടപ്പെടും. അവന് അതിന്റെ മാധ്യമങ്ങളും ഉപാധികളും സജ്ജമാക്കപ്പെടും. തിന്മ ചെയ്യുക അവന് അനായാസകരമാകും. നന്മ ചെയ്യാനുള്ള വിചാരം മരണതുല്യമായി തോന്നും.